പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ റീസണിങ് എന്ന ടോപ്പിക്കിനകത്തിലെ ക്ലാസിഫിക്കേഷൻ എന്ന സെക്ഷനാണ് എടുത്തുകൊണ്ടിരുന്നത്. ചാപ്റ്റർ 2 ക്ലാസിഫിക്കേഷൻ. ആ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ആ ക്ലാസിഫിക്കേഷനകത്തിലെ ആദ്യത്തെ ടൈപ്പിനകത്തിൽ ബേസ്ഡ് ഓൺ വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ലെറ്റേഴ്സ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ലെറ്റേഴ്സ് നോക്കാം. ഇത് നോക്കിയേ, ഇവിടെ കുറേ 20ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കി, 20ാമത്തെ ക്വസ്റ്റ്യനകത്ത് 4 ഓപ്ഷൻ തരുന്നു. ആ 4 ഓപ്ഷനകത്തിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതാണ് ക്ലാസിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ പറഞ്ഞു. കൂട്ടത്തിൽ പെടാത്തതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷനകത്ത് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് നമ്മൾ എഴുതണം. ഓക്കെ, അതിനു മുമ്പായിട്ട് ഇങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും, ലെറ്റേഴ്സിനെ സംബന്ധിച്ച് ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ABCD എഴുതുക. ആരോഹണ ക്രമത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് 1 2 3 എന്ന് വാല്യൂ കൊടുക്കുക. അവിടുന്ന് ഇസഡിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടും 1 2 3 എന്ന് വാല്യൂ കൊടുക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കതങ്ങ് എഴുതാം. നമ്മൾ ABCD അങ്ങോട്ടും ABCD എഴുതി, അങ്ങോട്ടുള്ള വാല്യൂ കൊടുത്തു, ഇങ്ങോട്ടുള്ള പ്ലേസിൻ്റെ വാല്യൂയും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ CF GJMP NR 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷനത്തിൽ കൂട്ടത്തിൽ പെടാത്ത ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിയും എഫും തമ്മിലുള്ള പ്രത്യേകം നോക്കിയേ. സി അല്ലേ, സിയും എഫും തമ്മിലുള്ള പ്രത്യേകം നോക്കിയേ. CF. ഓക്കെ, സി കഴിഞ്ഞിട്ട് 2 പേര് CDE F അല്ലേ. ഇവിടെയുള്ള ഡിയും ഇയും 2 പേരെ ഒഴിവാക്കിയിട്ടാണ് എഫ് എഴുതിയേക്കുന്നത് അല്ലേ. സി കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞിട്ടാണ് എന്ത് എഫ് എഴുതിയേക്കുന്നത്. സി കഴിഞ്ഞുള്ള 2 പേരെ കഴിഞ്ഞിട്ട്. അടുത്ത നോക്കിയേ, GHIJ. ഇവിടെയും എച്ചും ഐ എന്ന് പറയുന്ന 2 പേരെ കഴിഞ്ഞിട്ടാണ് ജിയും ജെയും എഴുതിയേക്കുന്നത്. അടുത്ത നോക്കിയേ, MNOP. ഇവിടെയും എന്നും ഓയും കഴിഞ്ഞിട്ട് 2 പേരെ കഴിഞ്ഞിട്ടാണ് പി എമ്മിൻ്റെ കൂടെ എഴുതിയേക്കുന്നത്. MNOP അല്ലേ. എന്നും ഓയും കഴിഞ്ഞിട്ടാണ് പി എഴുതിയേക്കുന്നത്. അടുത്ത എന്നും ആറ് നോക്കിയേ. NOPQ അത് കഴിഞ്ഞിട്ടാണ് 6. ഇവിടെ 3 പേരെ ഒഴിവാക്കിയിട്ടാണ് ആരെ എഴുതിയേക്കുന്നത്, എന്നിൻ്റെ കൂടെ 6 എഴുതിയേക്കുന്നത്. അപ്പം ബാക്കി 3 ഓപ്ഷനിലും 2 പേര് കഴിഞ്ഞിട്ടാണുള്ള ലെറ്റേഴ്സാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ 4ാമത്തെ ഓപ്ഷനകത്തിൽ N കഴിഞ്ഞ് 3 പേര് കഴിഞ്ഞുള്ള ലെറ്ററാണ് 6 കൊടുത്തിരിക്കുന്നത്. അപ്പം കൂട്ടത്തിൽപ്പെടാത്തത് കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? NR ആണ്. കൂട്ടത്തിൽപ്പെടാത്തത് NR ആണ്. ഓക്കെ ആണല്ലോ, പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. CXJGTHR. ഓക്കെ, CX അല്ലേ. സിയുടെ വാല്യൂ എത്ര? സിയുടെ വാല്യൂ 3 ഉണ്ടോ? 3. സിയുടെ വാല്യൂ 3 അല്ലേ. സിയുടെ വാല്യൂ 3. എക്സിൻ്റെ വാല്യൂ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ, എക്സിൻ്റെ വാല്യൂ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 അല്ലേ. 3ാമത്തെ ആളാണ് എക്സ്. ഓക്കെ, സി ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആദ്യത്തെ ആളെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ 3ാമത്തെ ആൾ, 2ാമത്തെ ആൾ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 3ാമത്തെ ആൾ അല്ലേ. അടുത്ത കെയും പി നോക്കിയേ. കെ 11ാമത്തെ ആൾ കണ്ടോ. കെ 11ാമത്തെ ആൾ. അതേപോലെ കൂടെ വന്നേക്കുന്ന പി നോക്കിയേ. പി അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 11ാമത്തെ ആൾ കണ്ടോ. പി 11ാമത്തെ ആൾ. ഓക്കെ, അടുത്ത GT നോക്കിയേ. ജി ഇവിടുന്ന് നോക്കുമ്പോൾ 7ാമത്തെ ആൾ. ജി 7ാമത്തെ ആൾ. ടി അവിടുന്ന് ഇങ്ങോട്ട് നോക്കണം അല്ലേ. ടി അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നോക്കിയാൽ കറക്റ്റാണ് 7ാമത്തെ ആൾ. അങ്ങനെയാണെങ്കിൽ എച്ച് എന്തായിരിക്കും? എച്ച് 8ാമത്തെ ആളാണ്. ആർ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 8ാമത്തെ ആൾ വരണം. പക്ഷേ ഇവിടെ 6 എത്രാമത്തെ ആളായിട്ടാണ് കൊടുത്തേക്കുന്നത്? 6 എത്രാമത്തെ ആളായിട്ടാണ് വന്നേക്കുന്നത്? 9ാമത്തെ ആളായിട്ടാണ് 6 വന്നേക്കുന്നത്. അപ്പം കൂട്ടത്തിൽപ്പെടാത്തത് ഇവിടെയും ഡി ആണ്. ഓക്കെ ആണോ? അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. HJK UAY BBL QRS സിമ്പിളാണ് അല്ലേ. ഇവിടെ നോക്കിയേ, 2 ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ഇടയിൽ ഒരു സ്മോൾ ലെറ്റർ കൊടുത്തിരിക്കുന്നു. ഇവിടെയും 2 ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ഇടയിൽ ഒരു സ്മോൾ ലെറ്റർ കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 സ്മോൾ ലെറ്റർ കഴിഞ്ഞിട്ടൊരു ക്യാപിറ്റൽ ലെറ്റർ. ഇവിടെ നോക്കിയേ, 2 ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ഇടയിൽ ഒരു സ്മോൾ ലെറ്റർ കൊടുക്കുന്നു. അപ്പം കൂട്ടത്തിൽപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്. അത് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ റീസണിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം എന്നത് മാത്രം പരിചയപ്പെടുത്തലാണ്. ഏതൊക്കെ രീതി, ഇങ്ങനെയൊക്കെയും ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ള രീതി മാത്രമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ERLC NOTE RUIN TIED.
ഇവിടെ നോക്കിയേ, ഇവിടുത്തെ വലിയ നമ്പേഴ്സ്, വലിയ ലെറ്റേഴ്സ് നോക്കിയേ, വലിയ ലെറ്റേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് നോക്കിയേ, ഓപ്ഷനകത്തിലെ ഒന്നാമത്തെ ഓപ്ഷനകത്തിലെ ഇയും ഐയും അല്ലേ, ഇയും ഐയും വലിയ അക്ഷരം. അടുത്തതിനകത്ത് വലിയ അക്ഷരം ഏതാ, ഓയും ഇയും അല്ലേ. അടുത്തതിനകത്തിലെ വലിയ അക്ഷരം യുവും ഐയും അല്ലേ. ഇത്രയും നോക്കിയേ, ഇത് ഇത്രയും ആൽഫബറ്റിനകത്തിലെ വൊവൽസ് ആണ് അല്ലേ, ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്തിലെ വൊവൽസ് ആണ് ഈ ഐ ഒ യു എന്ന് പറയുന്ന ഈ വൊവൽസ് ആണ്. പക്ഷേ അടുത്ത ഓപ്ഷനകത്ത് വന്നേക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ ഏതൊക്കെയാണ്, ടിയും ഡിയുമാണ്. ഇത് വൊവൽസ് അല്ല അല്ലേ. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? അടുത്ത നോക്കിയേ, അടുത്ത ഓപ്ഷൻ 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, LOR നോക്കിയേ, എല് കഴിഞ്ഞിട്ട് 2 പേര് കഴിഞ്ഞിട്ടാണ് ഓ കഴിഞ്ഞിട്ട് 2 പേര് കഴിഞ്ഞിട്ട് ആറ് അല്ലേ. ഓക്കെ, എല് കഴിഞ്ഞിട്ട് 2 പേര് കഴിഞ്ഞിട്ട് ഓ വന്നു, ഓ കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞിട്ട് ആറ് വന്നു. അടുത്ത JMP നോക്കിയേ, ജെ കഴിഞ്ഞിട്ട് 2 പേര് കഴിഞ്ഞപ്പം എം വന്നു, എം കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞപ്പോൾ പി വന്നു അല്ലേ. അപ്പോൾ അതും 2 പേര് വെച്ചാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെയും +2 ആണ്, ഇവിടെയും +2, 2 പേര് വെച്ചാണ്. അടുത്ത GJM നോക്കി, ജി കഴിഞ്ഞിട്ട് 2 പേര് കഴിഞ്ഞപ്പം ജെ കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞപ്പോൾ എം, ഇവിടെയും 2 പേരെ വെച്ചാണ് പോയേക്കുന്നത്. അടുത്ത നോക്കിയാൽ UXZ, യു കഴിഞ്ഞിട്ട് 2 പേര് കഴിഞ്ഞപ്പോൾ എക്സ് കഴിഞ്ഞ് ഒരാൾ കഴിഞ്ഞിട്ടാണ് Z വന്നേക്കുന്നത്. പക്ഷെ 2 പേര് കഴിഞ്ഞിട്ടാണ് വരേണ്ടത്, ഇവിടെ ഒരാൾ കഴിഞ്ഞ് വന്നേക്കുന്നതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്തത് ഡി ആണ്. അടുത്ത 25ാമത്തെ നോക്കിയേ, ഇവിടെ നോക്കിയേ, ROQP KHJI എന്നാണ് കേട്ടോ, JI VSUT JHIJ. ഇവിടുത്തെ ലാസ്റ്റ് ലെറ്റേഴ്സ് നോക്കിയേ, PQP, തിരിച്ചു പറഞ്ഞാൽ PQ അല്ലേ. ഇവിടെ നോക്കിയേ IJ, ഇവിടെ നോക്കിയേ TU, ഇവിടെ നോക്കിയേ JI അല്ലേ. ഇവിടെ നോക്കിയേ അടുത്തടുത്ത നമ്പേഴ്സാണ്, അടുത്തടുത്ത ലെറ്റേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോറി, ഇത് ഈ ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് ഈ ഒരു ഓപ്ഷൻ മാറ്റി നിർത്തിയിട്ട് ബാക്കി ലെറ്റേഴ്സ് നോക്കിയേ, PQ IJ TU. എന്താ പ്രത്യേകത, അടുത്തടുത്ത ലെറ്റേഴ്സാണ് ലാസ്റ്റ് 2 ലെറ്ററായിട്ട് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് 2 ലെറ്ററായിട്ട് കൊടുത്തേക്കുന്ന അടുത്തടുത്തുള്ള ലെറ്റേഴ്സാണ് അല്ലേ. പക്ഷേ ഇവിടെ IJ ആണ്, IG ആണ് വന്നിരിക്കുന്നത്. തിരിച്ചു പറഞ്ഞാൽ GI, എവിടെ വരേണ്ടത് എന്താണ്, GH എന്നാണ് വരേണ്ടത്, GH എന്നാണ് വരേണ്ടത്. അത് കൂട്ടത്തിൽ പെടാത്ത ഏതായിരിക്കും, ഡി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, SQOM. ഇവിടെ നോക്കിയേ, ആദ്യത്തെ ഓപ്ഷൻ 26ാമത്തേനകത്തിലെ ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ, എസ്സിന് ദേ മുമ്പ് കണ്ടോ, ആറിന് മുമ്പുള്ള ആൾ Q. അതേപോലെ Q കഴിഞ്ഞ് ഒരാളെ വിട്ടിട്ട് O കഴിഞ്ഞ് ഒരാൾ വിട്ടിട്ട് M അല്ലേ. അങ്ങനെയാണ് SQOM എഴുതിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ECAY നോക്കാം. ഓക്കെ, ഇങ്ങനെ എഴുതാം നമുക്കല്ലേ. XYZ കഴിഞ്ഞിട്ട് ABCD എന്നും പറഞ്ഞ് എഴുതാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഇക്ക് ഒരാൾക്ക് മുമ്പുള്ളത് സിക്ക് ഒരാൾക്ക് മുമ്പുള്ളത് A അല്ലേ, എക്ക് ഒരാൾക്ക് മുമ്പുള്ളത് Y. അപ്പോൾ അതും സെയിം റൂളാണ്. അടുത്ത YWUS നോക്കിയേ, YWUS നോക്കിയേ, വൈക്ക് ഒരാൾക്ക് മുമ്പുള്ളത് W അല്ലേ, Wക്ക് ഒരാൾക്ക് മുമ്പുള്ളത് യുവിന് ഒരാൾക്ക് മുമ്പുള്ളത് S. കണ്ടോ, അപ്പോൾ അതും ആ റൂളാണ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പെടാത്ത ആരായിരിക്കും, ഡി ആയിരിക്കും. കൂട്ടത്തിൽ പെടാത്തത് ഡി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ACEG EGIK QSUW TUVW. ഇവിടെ നോക്കിയേ, ACEG നോക്കി, ACEG അല്ലേ. എന്താ പ്രത്യേകത, ഓരോ ആൾക്കാരെ ഇടവിട്ടാണ് എഴുതിയേക്കുന്നത് അല്ലേ. അടുത്ത നോക്കിയേ, EG H കഴിഞ്ഞിട്ട് I, J കഴിഞ്ഞിട്ട് K. ഇവിടെയും അതേ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. അടുത്ത നോക്കിയേ, QS അല്ലേ, QSUW. ഇവിടെയും ആ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. അടുത്ത ടിയുടെ കേസ് നോക്കിയാൽ നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ, TUVW. ഇവിടെ അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്, അടുത്തടുത്തുള്ള ലെറ്റേഴ്സാണ് എഴുതിയേക്കുന്നത് അല്ലേ. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 28ാമത്തെ ക്വസ്റ്റ്യൻ, CDFI നോക്കാം. CDFI ഓക്കെ, ആദ്യത്തെ 2 ലെറ്റേഴ്സ് അടുത്തടുത്തായിരിക്കും, അത് കഴിഞ്ഞ് ഓരോ ലെറ്റേഴ്സ് വിട്ടിട്ടായിരിക്കും. ഓക്കെ, ആദ്യം സിയുടെ തൊട്ടടുത്തുള്ള ആൾ ഡി കഴിഞ്ഞിട്ട് ഒരാൾ വിട്ടിട്ട് F എഴുതി, F കഴിഞ്ഞ് 2 പേരെ വിട്ടിട്ട് ജിയും എച്ചും വിട്ടിട്ട് I എഴുതി. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ജി തൊട്ടടുത്തുള്ള ആൾ H എഴുതി, H കഴിഞ്ഞിട്ട് ഒരാളെ വിട്ടിട്ട് J എഴുതണം, J കഴിഞ്ഞ് 2 പേരെ വിട്ടിട്ട് M എഴുതണം. ഓക്കെ, അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അടുത്ത നോക്കിയേ,
ടി കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ആളെ യു എഴുതി, യു കഴിഞ്ഞിട്ട് ഒരാളെ വിട്ടിട്ട് ഡബ്ല്യു എഴുതി, കറക്റ്റാണ് എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞ് 2 പേരെ വിട്ടിട്ട് ഇസഡ് എഴുതി, അപ്പോൾ ഇതും ഓക്കെ ആണ് എഴുതിയേക്കുന്നത്. അടുത്ത് നോക്കിയേ, പി എഴുതി, തൊട്ടടുത്തുള്ള ആളെ ക്യൂ എഴുതി, തൊട്ടടുത്ത ക്യൂ കഴിഞ്ഞിട്ട് എസ് എഴുതി, എസ് കഴിഞ്ഞിട്ട് ബി ആയിരുന്നു വരേണ്ടത്, പക്ഷേ ഇവിടെ ഒ ആണ് എഴുതിയത്. അപ്പം കൂട്ടത്തിൽ പെടാത്തത് ഇതാണ് ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി അടുത്ത് നോക്കി 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, എ വൈ ബി ഇസഡ്, എ വൈ ബി ഇസഡ് നോക്കാം. ഓക്കെ, എ വൈ ബി ഇസഡ് നോക്കിയേ, എയും ബിയും കണ്ടോ, വൈയും ഇസഡും അടുത്തടുത്തുള്ള നമ്പേഴ്സ് കണ്ടോ, എ ബി വൈ ഇസഡ്. ഇവിടെ നോക്കിയേ, ബി സി എക്സ് വൈ, ഡി ഇ വി ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പറയണ്ടേ, എം എൻ ഒ പി എന്ന് എഴുതണമായിരുന്നു, നമ്മുടെ കൂട്ടത്തിൽ പെടാത്തത് ഡി ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, അതേപോലെ തന്നെ അതേ എഫ് എച്ച് നോക്കിയേ, എഫ് കഴിഞ്ഞ് ജി കഴിഞ്ഞിട്ട് എച്ച്, ബിയും സിയും അടുത്തടുത്തുള്ളത് അല്ലേ. അതേപോലെ പി കഴിഞ്ഞ് ക്യൂ കഴിഞ്ഞിട്ട് ആറ്, കറക്റ്റ്, പി കഴിഞ്ഞ് ക്യൂ കഴിഞ്ഞിട്ട് ആറ്. അടുത്ത് നോക്കിയേ, എസ്സും ടിയും അടുത്തടുത്തത്. ഡബ്ല്യു എക്സ് കഴിഞ്ഞിട്ട് വൈ, കറക്റ്റ് അല്ലേ. എമ്മും എന്നും അടുത്തടുത്തത്. അങ്ങനെയാണെങ്കിൽ ജെ കഴിഞ്ഞിട്ട് എങ്ങനെ വരണമായിരുന്നു, ജെ കഴിഞ്ഞ് കെ ഒഴിവാക്കിയിട്ട് എൽ എഴുതണം. എന്നിട്ട് എസിൻ്റെ കൂടെ വരേണ്ട നമ്പർ ഏതാ, എസിൻ്റെ കൂടെ ടി, ഇങ്ങനായിരുന്നു വരേണ്ടത്. പക്ഷേ ഇവിടെ ഓപ്ഷൻ ഈ വേറെയാണ് വന്നിരിക്കുന്നത്. അപ്പം കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് ചെയ്യേണ്ടത്. ഇതിങ്ങനെ ജസ്റ്റ് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ ചെയ്യാമെന്ന് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാനേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ മനസ്സിലാക്കി കാണുക, ഇങ്ങനെയും ഇത് ചെയ്യാമെന്ന് നോക്കി മനസ്സിലാക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കുക.